ഹായ് ഹലോ വെൽക്കം ടു ദ പെയിന്റ് മാൻ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഇതിനെ കുറിച്ചാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. അതായത് നമ്മൾ പെയിന്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതില് ഫസ്റ്റ് വരുന്നതാണ് ഡസ്റ്റ് മാസ്ക്. അതായത് നമ്മുടെ പുറത്തുള്ള പൊടികളൊന്നും നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസകോശത്തിനൊക്കെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡസ്റ്റ് മാസ്ക്. ഓക്കെ, ഒന്നാമത്തേതാണ് ഡസ്റ്റ് മാസ്ക്. രണ്ടാമത്തെ വരുന്നതാണ് സ്പ്രേ മാസ്ക്. അതായത് നമ്മള് സ്പ്രേ മാസ്ക് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ, നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിന്റ് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാൻ സാധ്യത. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത്, സ്പ്രേ മാസ്ക് എന്ന് പറയും. അത് നമുക്ക് പുറത്തുള്ള പെയിന്റുകളും പൊടികളൊന്നും നമ്മുടെ ഉള്ളിലേക്കൊന്നും കിടക്കില്ല. നേരെ മറിച്ച് നമുക്കിപ്പോ പുറത്തുള്ള ഓക്സിജൻ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ഒരു മാസ്ക്, സ്പ്രേ മാസ്ക് വെച്ചിട്ട് മാത്രമേ നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഗോഗ്ലസ് എന്ന് പറയും. ഗ്ലാസ് ആണ് വരുന്നത്. നമ്മുടെ പെയിന്റ് ഭയങ്കര കെമിക്കലുള്ള സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്കൊക്കെ പോയാൽ നമുക്ക് മാരകമായ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ കണ്ണിനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. നമ്മൾ വൈറ്റ് ഗ്ലാസ് ആണ് വരുന്നത് ഗോഗ്ലസ് എന്ന് പറയുമ്പോൾ. വൈറ്റ് ഗ്ലാസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ കാണാനും പറ്റും, നമ്മുടെ കണ്ണിന് ഭയങ്കര പ്രൊട്ടക്ഷനും കിട്ടും. ഓക്കെ, ഫോർത്ത് വൺ ആണ് ഗ്ലൗസ്. നമ്മൾ പല മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഭയങ്കര ഹാർഡായിട്ടുള്ള, ലോ ആയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണം. നമ്മൾ ഭക്ഷണമൊക്കെ ഈ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. നമ്മൾ ആൾക്കാരായിട്ട് കൈ കൊടുക്കുന്നതൊക്കെ ഇതിനുകൊണ്ടാണ്. അപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ നമ്മൾ വെക്കണം. അതുമാത്രമല്ല, നമുക്ക് ജോലികൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രം പെയിന്റ് ചെയ്യാൻ നോക്കുക. ഫിഫ്ത്ത് വണ്ണാണ് സേഫ്റ്റി ഷൂ. അതായത് നമ്മുടെ കാലിലേക്ക് നമ്മൾ ഇടുന്ന ഷൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇയർ പ്ലഗ്. ഇയർ പ്ലഗ് എന്ന് പറഞ്ഞാൽ വരുന്നത് നമ്മുടെ ചെവിക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ഇയർ പ്ലഗ്. ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ സാമ്പത്തികവും എക്സ്പെൻസ് ഒക്കെ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അത് ഫസ്റ്റ് വണ്ണാണ് ഡസ്റ്റ് മാസ്ക്, രണ്ടാമത്തത് സ്പ്രേ മാസ്ക്, പിന്നെ ഗ്ലൂഗ്ലസ്, പിന്നെ ഗ്ലൗസ്, പിന്നെ സേഫ്റ്റി ഷൂ, പിന്നെ ഇയർ പ്ലഗ്. ഓക്കെ.